വാട്ട്സ്ആപ്പ് പീപ്പിൾ. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ ഞാനുണ്ടല്ലോ നമ്മുടെ അലോട്ട്മെൻറ്റിലൊന്ന് പോകണം, പറമ്പിലൊന്ന് പോകണം. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ഡിനുമച്ച നമ്മൾ വിളിച്ചിരുന്നു. അവൻ പറഞ്ഞു അവൻ ഫിഷിങ്ങിന് ഇറങ്ങിയിട്ടുണ്ട്, അവനെന്താ കണവേ കൂന്തളം എന്തൊക്കെ കിട്ടിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് പോകാൻ പറ്റില്ല, കാരണം കുറേ നമ്മൾ ഈ പറമ്പിൽ ഇവിടെ വന്നിട്ട് കണ്ടോ എല്ലാം വിൻ്ററായിട്ട് ആകെ വൃത്തികേടായി കിടക്കുകയാണ്. അപ്പോൾ ഒന്നിങ്ങോട്ട് കാണാൻ എന്താ ഇവിടുത്തെ സിറ്റുവേഷൻ എന്ന് അറിയാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ ചുള്ളം വരികയാണെങ്കിൽ അവന് കണവ കിട്ടിയിട്ടുണ്ടെന്നാണ്, കൂന്തൽ. അപ്പോൾ അതൊന്ന് കുക്ക് ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഏതായാലും എൻജോയ് ദ ഷോ. അപ്പോൾ ഇതാണ് നമ്മളെ പറമ്പ് എന്ന് പറഞ്ഞത്. കണ്ടോ എല്ലാം ആകെ വിൻ്റർ ലുക്കിൽ കിടക്കണം, കൃഷിയൊന്നുമില്ല, പൂക്കളൊന്നുമില്ല, ആകെ എന്താ പറയുക ഒരു ശോകമായി കിടക്കുകയാണ്. ഇത് നമ്മുടെ സോളാർ പാനലാണ്. ഇതാണ് നമുക്കിവിടെ കറണ്ട് തരുന്നത്. അപ്പോൾ നമ്മൾ ചുള്ളം ഇവിടെ എത്തിയിട്ടുണ്ട്, സാധനവുമായി എത്തിയിട്ടുണ്ട്. എവിടെ സാധനം? എന്തിനോ ബോക്സിലുണ്ട്. അതെ, തുറന്നു നോക്കട്ടെ എന്താ സാധനം കയ്യിലുണ്ടോ. യെസ്, ഇതാണ് സാധനം, കണവ. അപ്പോൾ ഇത് കുറച്ചു നേരം പണിയെടുക്കാനുണ്ട്. തണുത്ത് മരവിച്ചില്ലെങ്കിൽ ഇത് രണ്ട് വിധത്തിൽ കുക്ക് ചെയ്യാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഒന്ന് ഇംഗ്ലീഷുകാർ കഴിക്കണ പോലെ കുക്ക് ചെയ്യാൻ കരുതുന്നുണ്ട്, പിന്നെ ഉള്ളത് നമ്മൾ കുറച്ച് മസാല ഇട്ടിട്ട് നമ്മൾ കഴിക്കണ പോലെ ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഫിംഗേഴ്സ് ക്രോസ്ഡ്. അപ്പോൾ ലെറ്റ്സ് കുക്ക് അപ്പ് ദിസ് ബാഡ് ബോയ്സ്. കണ്ടോ, അപ്പോൾ കട്ടപ്പണിയാണ് മക്കളെ, ഇവരെ ശരിയാക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഫസ്റ്റ് ഇവരെ തോല് പൊളിക്കൊക്കെ വേണം, എങ്ങനെയാണെന്നുള്ളതൊന്നും എനിക്കറിയില്ല. ഫസ്റ്റാണ് നമ്മുടെ ഇത് ശരിയാക്കുന്നത്. അപ്പോൾ പറഞ്ഞു കേട്ടത് ഇതിൻ്റെ തല പിടിച്ച് വലിക്കണം, അപ്പം അതിൻ്റെ അകത്തുനിന്നുള്ളതൊക്കെ പോരും എന്നാണ് പറയുന്നത് കേട്ട്. പോന്നിട്ടില്ല, അതൊന്നും പോന്നിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് ഇതിൻ്റെ അകത്തുള്ള കളയണം പടച്ചോനെ. ഇതാ ഇതിൻ്റെ ബാക്ക് ബോണാണ്, ഇത് എടുക്കണം. ഇനി ഇതിൻ്റെ തോല് പൊളിക്കണം. ഓക്കെ, ഇത് പൊളിച്ച് എങ്ങനെ കണ്ട വലിയ കുഴപ്പമില്ല. സോഫാർ പോന്നു. നമ്മൾ പതുക്കെ പതുക്കെ പണി പഠിക്കണേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് സാധനം. ഇനി ഇത് നേരെ ഒന്ന് കഴുകണം. അപ്പോൾ നമ്മളെ അവസാനത്തെ കണവാണിത്. ഇതുകൂടെ ക്ലീൻ ചെയ്താൽ നമ്മുടെ അടുത്ത പരിപാടി തുടങ്ങാനായി. ഒന്ന് നന്നായിട്ട് വാഷ് ചെയ്യുക, പിന്നെ കുക്കിംഗ് പരിപാടി തുടങ്ങാൻ പറയാം. അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ ഉണ്ടല്ലോ, ഇതിൻ്റെ ഈ ടെൻറ്റിക്കിൾസ് ഉണ്ടല്ലോ, ഈ തലേന്ന് വലിച്ച ഇത് നല്ല ടേസ്റ്റി സാധനമാണ്. അപ്പോൾ നമ്മൾ ഇവിടെ കട്ട് ചെയ്യും, പിന്നെ ഇവിടെയും കട്ട് ചെയ്യും. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു ബീക്ക് ഉണ്ട്, ഒരു കൊക്ക് പോലുള്ളൊരു ഏരിയ ഉണ്ട്. അത് കളഞ്ഞിട്ട് ഇത് പൊരിച്ച കഴിക്കാൻ നല്ല ടേസ്റ്റാണത്. അപ്പോൾ അത് നമുക്ക് ആദ്യം ഇത് തീർത്തിട്ട് അതിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ചുള്ളന്മാരെ കഴുകിയെടുക്കണം. നല്ല തണുപ്പാണ്, വെള്ളം നല്ല തണുപ്പാണ്, കൈയൊക്കെ ആകെ മരവിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ക്ലീനിങ് ഹാപ്പി അല്ലാത്ത ഡിനുബായി കൈ എടുത്ത് സ്വന്തം കഴുകി ക്ലീനാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ആ ടെൻറ്റിക്കിൾസ് എന്നുള്ള സ്കിന്നുണ്ടല്ലോ, അത് പോരാൻ കുറച്ച് പ്രയാസമാണ്. അപ്പോൾ ഞാൻ നിർത്തിയപ്പോൾ ആൾ കയറി പിടിച്ചു. പോരുന്നുണ്ടോ? പോരുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ എഗ്ഗ് പൊട്ടിക്കണു. എന്നിട്ട് അത് എഗ്ഗിൽ ഡിപ്പ് ചെയ്തിട്ട് ഈ പൊടിയിലിടും, പിന്നെ ഈ ബ്രെഡ് ക്രംസിലിടും, നേരെ ചട്ടിയിലിടും. അങ്ങനെയാണ് വെള്ളക്കാർ ഇത് വറുത്ത് കഴിക്കുന്നത്. അങ്ങനെ കുറച്ച് നമ്മൾ കഴിക്കും, ബാക്കി നമ്മൾ വറ്റിക്ക് കറി വെക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാന്നാണ് പ്ലാൻ. അപ്പോൾ നമ്മളെ ചുള്ളന്മാർ റെഡി ആയിട്ടുണ്ട്.
കഴിക്കാൻ. ഇംഗ്ലീഷുകാർ ഇങ്ങനെ തല്ലിപ്പൊളി ഇടിഞ്ഞ് ഉടഞ്ഞല്ല കഴിക്കാറ് കേട്ടോ. കാരണം നമ്മളെ സ്ക്വിഡ്സ് വളരെ ചെറുതായിരുന്നു, അതുകൊണ്ട് ഇതൊക്കെ അപ്പാടെ ഒരു എന്താ പറയുക ഉടഞ്ഞ പോലെ ഇങ്ങനെ റിങ്ങായിട്ട് കഴിക്കാം. ഇനി ഇതിൽ കുറച്ച് കുരുമുളക്, കുറച്ച് ലെമണ് ഒക്കെ ഇട്ടിട്ട് ഒറ്റടി ഇതിനു ട്രൈ ചെയ്ത്. അടിപൊളി. ആ ലെമണോട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും വളരെ ടേസ്റ്റ് നന്നായിട്ടുണ്ട്. അപ്പോൾ സംഭവം നല്ല ടേസ്റ്റി ആയിട്ടുണ്ട്, ലുക്കില്ല എന്നേ ഉള്ളൂ. സൂപ്പർ ഫ്രഷ്ലി കുക്ക്ഡ് കണവ സ്ക്വിഡ്. അപ്പോൾ നമ്മളിനി നമ്മളെ ഇന്ത്യൻ സ്റ്റൈലിലുള്ള ഉള്ളി, തക്കാളി, പച്ചമുളക് അതൊക്കെ കട്ട് ചെയ്ത് കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് കഠിന പ്രയത്നത്തിന് ശേഷം നമ്മൾ സ്ക്വിഡ് ഫിനിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്ക്വിഡ് ആഡ് ചെയ്യേണ്ട ടൈം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പതുക്കെ ഇങ്ങനെ എടുത്തിട്ട് പതുക്കെ ഇട്ട് കൊടുക്കും. ഇനി ഇത് അടച്ചു നോക്കണോ? ഇതിനു അടച്ചു ചേരാ ഇളക്കിയിട്ടില്ലേ? നല്ല ലുക്കിംഗ് ഗുഡ്, ലുക്കിംഗ് യമ്മി. നോക്കി കൊള്ളാം. ഞാൻ തിളച്ചു വരട്ടെ. അപ്പോൾ നമ്മളെ സ്ക്വിഡ് റെഡി ആയിട്ടുണ്ട്, കഴിക്ക റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെ വെച്ചിട്ട് കാണാം. ആയി വാ, ഇത്രയും ഫ്രഷ് ആയിട്ട് നമ്മൾ കഴിച്ചിട്ടുണ്ടാവില്ല. ശരിക്കും ഇതിൽ ഇട്ട് പിടിക്കാനൊരു ചോറോ പൊറാട്ടയൊക്കെയാണ് വേണ്ടത്. ഒന്നുമില്ല, പെട്ടെന്നുള്ള തട്ടിക്കുട്ടായതുകൊണ്ടേ. ട്രൈ നോക്കാം. Really nice. Try it again. Spoon of it. Try it again. അയ്യോ കൊള്ളാം അല്ലേ? നന്നായിട്ട് അടിപൊളി. കൊള്ളാം. നല്ല. ഒരുപക്ഷെ ഇംഗ്ലീഷ് ഇതിനേക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ടതായിരിക്കും. അതെ, അത് ശരിയാണ്. നമ്മൾ ഇംഗ്ലീഷുകാർ ചെയ്യുന്ന പോലെ ചെയ്ത് നോക്കി, പക്ഷെ നമുക്ക് എന്തായാലും നമ്മളെ വേല് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ആ ഇഞ്ചി, നമ്മുടെ മസാലയുടെ ടേസ്റ്റ്, വെളുത്തുള്ളിയൊക്കെ നല്ല ടേസ്റ്റ് അല്ലേ? അപ്പോൾ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ. ചിയേഴ്സ്.